ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഉമ്മമാനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ രാത്രിയാണ് പോണത്. ഇപ്പോൾ വന്നതിന് ശേഷം പോവാണ്. ഉമ്മ 4-5 ദിവസം നിന്നു, ഇപ്പോൾ ഇതാ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കസിന് വന്നിട്ടുണ്ട്, ഓള് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓള് വന്നപ്പോൾ അമ്മ പോവാണ്. അങ്ങനെ ദാനിയും പോരുന്നില്ല. ഞാനും ഉമ്മയും സ്വത്തുമണി അനിയത്തിയും കൂടിയാണ് കേട്ടോ കൊണ്ടാക്കാൻ വേണ്ടി പോണത്. അനിയത്തി പിന്നെ ഫ്രണ്ടിലാണ് ഇരിക്കണത്. ഓക്ക് ബാക്കിൽ ഇരിക്കാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് സ്വത്തുമണി പിന്നെ ഒന്ന് കാറ്റട്ടേക്ക് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉമ്മ ദാ ഊട്ടി പോണ പോലെ ഷാളൊക്കെ നല്ലോണം കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെവിയിൽ കാറ്റ് കയറണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഗൈസ്. രാത്രി ആയതുകൊണ്ട് നല്ല തണുപ്പല്ലേ. അങ്ങനെ ദാ നമ്മൾ പെട്രോൾ പമ്പ് കയറി പെട്രോളും അടിച്ചിട്ടാണ് കേട്ടോ ഗൈസ് നമ്മൾ പോണത്. അപ്പോൾ ദാ അനിയത്തി അതിൻ്റെ അടിയിലൊന്ന് കടയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മളെ പൂച്ചക്ക് ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ച് വെക്കാൻ വിചാരിച്ചു. തിരിച്ചു വരുമ്പോഴത്തേന് എന്തായാലും ആ കട അടിച്ചിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. വേറെ ഒന്നിനല്ല, ഒരു ബ്രെഡ് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ വലിയ ബ്രെഡാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അതും മേടിച്ച് നമ്മൾ പോരുകയാണ്. ഈ പള്ളി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് ലൈറ്റൊക്കെ വെച്ച കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതാ മുകൾക്ക് കയറുകയാണ് കേട്ടോ. അമ്മ ഫ്ലാറ്റിലാണ് താമസം. അപ്പോൾ 7-8 നില എൻ്റെ മുകളിലാണ്, 8 9ാമത്തെ നിലയിൽ എന്തോ ആണ് ഒരു നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി കണ്ട് കയറൂല അത്രയും ആളെ വെച്ചിട്ട്. അപ്പോൾ ഉമ്മയും അനിയത്തി അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. സ്വത്തുമണി ഇറങ്ങിയതുകൊണ്ട് ഞാൻ ഓനും കൊണ്ട് ഇരിക്കാം കേട്ടോ. എന്നാൽ തന്നെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയൊക്കെ കയറി. അപ്പോൾ അത് ഓൾ അടിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടോ കസിനും അമ്മാനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓല ഞാൻ അടിയിലാക്കി കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോരാണ്. ഞാനവിടെ കയറിയിട്ടില്ല. പിന്നെ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോരാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അമ്മമ്മ പോയി. പിന്നെ നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോൾ അമ്മയും അനിയത്തിയും കുറച്ച് അടിയിക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഓല് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോരാണ് ഗൈസ്. ഇത് ഭയങ്കര വലിയ കയറ്റം, ഒരു ഇറക്കമാണ് കേട്ടോ. ഒരു ബുദ്ധിമുട്ടാണ്, ഒരുപാട് മുകളിലായ കാരണം ഇത്. പിന്നെ അതാ നമ്മൾ കണ്ട ആ പള്ളി കണ്ടത് ഗൈസ്. എന്തോ രസമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ വേറൊരു പള്ളിയും കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ പള്ളിയും ഇപ്പോൾ നബിദിനായ കാരണം നല്ലോണം അലങ്കരിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഇത്ര ഉൾട്ടന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.